സിനിമയെ സിനിമയാക്കാനായിട്ട് അത്യാവശ്യം വേണ്ടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സിനിമ ആയതുകൊണ്ട് തന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ അഭിനേതാക്കൾ, അവരുടെ മികച്ച പ്രകടനം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനത്തെ എഡിറ്റിങ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പാളിപ്പോയാൽ തന്നെ വേറെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്തെങ്കിലും ആ സിനിമ മുന്നോട്ട് പോകും. ഇപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രജനികാന്ത് സിനിമകളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ മ്യൂസിക് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു രോമാഞ്ചവും ആ ഒരു എലിവേഷനൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ചില മാസ് തമിഴ് സിനിമകളിലൊക്കെ കഥയൊക്കെ വളരെ ബോറാണെങ്കിലും അതിൻ്റെ ഒരു എഡിറ്റിങ്ങും അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് അതൊരു മാസ് സംഭവമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അത് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സംവിധായകനാണെങ്കിൽ സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും. ഗുമസ്തൻ എന്ന ഈ ഒരു സിനിമ 2024 ഇറങ്ങിയ ഈ ഒരു സിനിമ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. ഒരു 3-4 ആഴ്ച മുന്നേ പുറത്തിറങ്ങിയൊരു സിനിമയാണ്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇതിലെ സാരമായിട്ട് ഒരുപാട് എന്താ പറയുക, നല്ലൊരു കഥയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്നത്ര ഒരു എന്താ പറയുക, ഒരുപാട് ട്വിസ്റ്റുകളും ക്ലൈമാക്സിലേക്ക് കൺവേ ആക്കേണ്ടുന്ന ഇമോഷണൽ രംഗങ്ങളൊക്കെ കൊണ്ട് നല്ലൊരു സ്ട്രക്ചറുള്ള ഒരു സിനിമയായിരുന്നു. ഒരു നല്ലൊരു കഥയുള്ള തിരക്കഥയുള്ള ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇതിലെ അഭിനയിച്ച ആളുകളുടെ ഒരു പ്രകടനം കൊണ്ട് അവരാരും മോശമാക്കിയിട്ടില്ല. പക്ഷെ കുറച്ചും കൂടെ നന്നാക്കി മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സിനിമ വേറെ ലെവലാവുമായിരുന്നു. അതാന്ന് പറഞ്ഞാൽ ജെയ്സ് ജോസ് അവതരിപ്പിക്കുന്ന അദ്ദേഹം ഒരുപാട് സിനിമകളിൽ ഗുണ്ടയൊക്കെ ആയിട്ടൊക്കെ വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗംഭീർ റോളാണ്. അദ്ദേഹമാണ് സിനിമയിലെ നായകൻ. അദ്ദേഹം ആൻഡ്രൂസ് പള്ളിക്കാടൻ എന്ന് പറഞ്ഞ ഒരു ഗുമസ്തനായിട്ട് ഒരു ഭയങ്കര എയർ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാ സമയത്തും ഇയാൾ ഇങ്ങനെ എയർ പിടിച്ച് താടിയോ മീശയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇയാളൊരു ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മനുഷ്യൻ. അയാളാണ് ആ നാട്ടിലെ രാജാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നടക്കുന്നത്. ഒരുപാട് ക്രിമിനൽസിനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ലൂപ്പ് ഹോളുകൾ കൊണ്ട്, അദ്ദേഹം ഒരു വക്കീലിൻ്റെ ഗുമസ്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുകൾ കൊണ്ട് അദ്ദേഹം അത് രക്ഷിച്ചെടുക്കുകയും അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്, അതായത് കോർട്ടിന് വെളിയിൽ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഒരു ദിവസം ഒരു മുട്ടൻ വഴക്കുണ്ടാകുന്നു. ആ വഴക്ക് കണ്ടുകൊണ്ടിറങ്ങുന്ന വേലക്കാരി പിറ്റേന്ന് വന്ന് നോക്കുന്ന സമയത്ത് ആൻഡ്രൂസ് പള്ളിക്കാടന്റെ ഭാര്യയെ അവിടെ കാണാനില്ല. സംശയം തോന്നിയ വേലക്കാരി വീടിന്റെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് ഒരു അടി നടന്ന ലക്ഷണവും അദ്ദേഹത്തിന്റെ എന്താ പറയുക ഷർട്ടിൽ ചോരയും ഒക്കെ കാണുന്നു. അപ്പോൾ തിരിച്ച് ആ വേലക്കാരി പുറത്ത് ഇറങ്ങി നാട്ടുകാരോട് ഈ കാര്യങ്ങൾ പറയുന്നു. പോലീസ് കേസാവുന്നു. ഇദ്ദേഹം എന്താ പറയുക പോലീസുകാരുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ചെറുതായിട്ടൊന്ന് വഷളാവുന്നു. ഈ ഒരു കേസ് തന്നെ ആ ഒരു ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ പിന്നീട് സിനിമയിലേക്ക് അടുത്തൊരു സീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ആ ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം വേറൊരു ജോണറിലേക്ക് ഒരു ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു നല്ല വശം നമ്മൾ കാണുകയാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു ക്യാരക്ടർ, ഈ ആൻഡ്രൂസ് പള്ളിക്കാടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇദ്ദേഹം വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ അലൻസിയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോപ്പ് ആയിട്ടുള്ള അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നായകൻ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാകുമെന്ന് എനിക്ക് ഈ സിനിമ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുക. ഇദ്ദേഹം മാത്രമല്ല, ജോസ് അവതരിപ്പിച്ച ക്യാരക്ടർ മാത്രമല്ല, ഇതിൽ വന്ന് പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സൊക്കെ വേറൊരാൾ അഭിനയിച്ച് ഫലിപ്പിച്ചിരുന്നെങ്കിൽ ആ ഇമോഷണൽ രംഗങ്ങളൊക്കെ ഏറ്റവും അവസാനത്തേക്ക് കുറച്ചും കൂടെ ടച്ചിങ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന അഭിനയവും പ്രകടനമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചെയ്തിരുന്നെങ്കിൽ സൂപ്പറാകുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അനാവശ്യ BGM ഇവരിങ്ങനെ നടന്നു വരുന്നത്. ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് ഒരു സൂപ്പർ ഒരു സ്റ്റാർഡം അങ്ങ് കൊടുത്തിരിക്കുക. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഇവർ ഈ BGM വരുമ്പോഴൊക്കെയാണ് ഓരോരുത്തർ ഇങ്ങനെ നടന്നു വന്ന് BGM അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ ക്ലോസപ്പ് ആകുമ്പോഴാണ് ഈ BGMത്തിന് ഇയാൾ പറ്റിയൊരു നടനല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ സിനിമയെ തീർത്തും വിമർശിക്കുകയല്ല, ഇവരെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് മറ്റേതെങ്കിലും നടന്മാർ ചെയ്തിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് ഗുമസ്തൻ. അപ്പോൾ ഇതിറങ്ങിയ സമയത്തൊക്കെ ഒരുപാട് വമ്പൻ താരനിരയൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്വിസ്റ്റ് സിനിമ അല്ലെങ്കിൽ ത്രില്ലർ സിനിമ എന്നൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസുകളും ഇങ്ങനെ പ്രൊമോഷൻ പരിപാടികൾ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം അപ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത സിനിമകളാണ് അത്യാവശ്യം എന്താ പറയുക ഒരു പുള്ളിങ് വേണ്ടത്, സിനിമകൾക്ക് ഒരു പുള്ളിങ് വേണ്ടതെന്ന് പ്രൊമോഷൻ ടീമിന് തോന്നുമ്പോഴാണ്
അവരിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ നമുക്കൊന്ന് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കും. ഇതാണ് ഗുമസ്തൻ എന്നൊരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അനുഭവം. അത് മോശമല്ല, സിനിമ ഒട്ടും മോശമൊന്നുമല്ല. ഇവരെ കൊണ്ട്, ഈ ചെറിയ നടന്മാരെ കൊണ്ട് അവർക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെൻറ്റോ ഇവർക്ക് കിട്ടിയൊരു വലിയൊരു റോളായിരിക്കാം ഇത്. പക്ഷെ അവരെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന നടന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നല്ലൊരു മലയാള സിനിമയിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി നൈസ് മൂവി എന്നൊരു ലേബലിലേക്ക് ഈ ഒരു സിനിമ മാറിയേക്കാം. ഇതൊരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഓവറോൾ കണ്ട സമയത്ത് കഥ ഒക്കെ അടിപൊളി, തിരക്കഥ അടിപൊളി, സംഭാഷണം അടിപൊളി. പക്ഷേ അഭിനയിച്ച ആളുകൾ, ടെക്നിക്കൽ സൈഡ്, പിന്നെ എന്താ പറയുക, BGM, ഈ സംഭവങ്ങളൊന്നും എനിക്ക് ഒട്ടും വർക്കായില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടതുമില്ല. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം. See you.